ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ പറയുന്നത് ബുധനാഴ്ചത്തെ വിശേഷമാണെങ്കിലും ഞാൻ ഇന്ന് എൻ്റെ പ്രത്യേകതയുള്ളത് ഓഗസ്റ്റ് 1 എൻ്റെ മൂത്ത ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. എന്നല്ലേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ, കാരണം ചേച്ചി ഇപ്പം നമ്മളുടെ കൂടെ ഇല്ല. അപ്പോൾ ഞാൻ ചേച്ചിയോട് എന്താ പറയുക, നമ്മളെ എല്ലാ വർഷവും ഇതുപോലെ വിഷ് ചെയ്ത ആ ഒരു ഇതുണ്ടല്ലോ, അത് ഈ വർഷവും ഞാനായിട്ട് മുടക്കില്ല. കാരണം അത്രയും അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ടുള്ള ഒരാളാണ് എൻ്റെ ചേച്ചി. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുക, വലിയ ചേച്ചി കുഞ്ഞു ചേച്ചി, അങ്ങനെ ചേച്ചി കുഞ്ഞു ചേച്ചി എന്നാണ് വിളിക്കുക. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഓഗസ്റ്റ് 1, ഈ മാസം 3 ബർത്ത്ഡേ ആണ്. ചേച്ചിയുടെയും റോസയുടെയും അന്നയുടെയും, അങ്ങനെയാണ് ഞങ്ങളുടെ ഓഗസ്റ്റിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ അങ്ങനെ പതിവ് പോലെ രാവിലെ എണീറ്റു, ബാക്കി കാര്യങ്ങളും ഇതൊക്കെ തുടങ്ങി. അപ്പോൾ ഇന്ന് മുട്ടയും ചപ്പാത്തിയായിരുന്നു കേട്ടോ. ചപ്പാത്തിയും മുട്ട റോസ്റ്റായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഫുൾ ടൈം ടി വിയിലായിരുന്നു. നമ്മളെല്ലാവരും ടി വിയുടെ മുമ്പിലായിരുന്നു. കാരണം നമ്മൾക്ക് കാണാൻ പറ്റാത്ത പോലെ അത്രയും സങ്കടമുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ ടി വിയിലൂടെ. നമ്മൾ വയനാടിൻ്റെ പ്രത്യേകിച്ച് എന്താ നമ്മൾക്ക് സങ്കടം കൂടുതൽ വന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ വയനാട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ പോയ പ്രദേശത്തൊക്കെയാണ് ഈ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊരു മോളുണ്ട് അവിടുത്തെ. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ഓരോ വിശേഷങ്ങളും പറഞ്ഞ് അവിടുത്തെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഇപ്പോഴും നമ്മളിങ്ങനെ വെച്ചാൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഒരു കുട്ടി പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം വീഡിയോ ഇടാണ്ടിരുന്നൂടെ എന്ന് ചോദിക്കണതിൽ അർത്ഥമില്ല. കാരണം എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ എൻഗേജ്ഡാണ്. അപ്പോഴും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, അല്ലാണ്ട് നമുക്കൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാണ്ട് ഒരു നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് പതിയുംപടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളതുപോലെ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കണം. കുട്ടികൾക്ക് ഇന്നും അവധിയാണ്. നല്ല മഴ ഇന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് മഴയില്ലെങ്കിലും നമ്മളുടെ ഏകദേശം ചുറ്റുപുറത്തൊക്കെ നല്ല മഴയാണ്. കുറേ റോഡുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് പലവട്ടം നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ട് തിയേറ്റർ, അതൊക്കെ വെള്ളത്തിലാണ്. അപ്പോൾ ഡോണിൻ്റെ ഫ്രണ്ടിൻ്റെ തിയേറ്ററാണ്, അതൊക്കെ വെള്ളത്തിലാണ്. അതുപോലെ എവിടെയൊക്കെയാണ് വെള്ളം ഇല്ലാത്തതെന്ന് പറയാൻ പറ്റില്ല, അതുപോലെ നാശനഷ്ടങ്ങൾ ഇങ്ങനെ ഓരോ വശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ആ പ്ലാവ് മുറിക്കേണ്ട കാര്യം ഗൗരവമായിട്ട് തന്നെ പോയിട്ട് ആദ്യം ഓണറിനോട് പറയാം, എന്നിട്ട് പഞ്ചായത്തിൽ പറയാമെന്ന് വിചാരിച്ചിട്ട് നമ്മളും തൊട്ടടുത്തുള്ള അവിടുത്തെ മോനും കൂടിയിട്ട് സംസാരിച്ചു. അവർ വിളിച്ചപ്പോൾ എന്തായാലും വേഗം തന്നെ അത് അവർ കട്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും മഴ വന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അധികം വൈകാണ്ട് അത് ചെയ്യാനായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഓരോ കൊമ്പുകൾ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാച്ചു കുട്ടി കുർബനായിട്ട് നടക്കണം കേട്ടോ. അപ്പോൾ പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രസ്സുകൾ ഇങ്ങനെ മാറി 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 ഇട്ട് നോക്കുകയാണ്. കാരണം ഈ ആഴ്ച അവിടെ ആൻസൻ്റെ അവിടെ പെരുന്നാളാണ്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ പെരുന്നാളൊക്കെ കഴിഞ്ഞ് മടങ്ങി വരാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇവിടെ ക്ലാസ് ഇല്ലാത്തതും പിന്നെ ദയയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ചെക്കപ്പിനും കാര്യങ്ങൾക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ദയയിലത്തെ വെള്ളപ്പൊക്കവും പിന്നെ പാച്ചുവിൻ്റെ ക്ലാസ്സിൻ്റെ അവധിയും കാരണം ഇവിടെ 2 ദിവസം കൂടി ഇവിടെ നിന്നിട്ട് തിരിച്ചിനി പെരുന്നാളായിട്ട് ഇവർ പോവും കേട്ടോ. അപ്പോൾ അവിടുത്തെ പള്ളി പെരുന്നാളാണ്. അപ്പോൾ അതിനുള്ള ഡ്രസ്സുകൾ ഇടിച്ച് നോക്കണത്. കാരണം ഇവന് ഒക്കെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളായിരുന്നു. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ മോനെല്ലാതും സാധാരണ ഡ്രസ്സിലേക്ക് അവൻ വന്നു തുടങ്ങി. അവന് വെയിറ്റ് കൂടി തുടങ്ങി. ഭയങ്കര സന്തോഷം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൊറിയർ വന്നത് കേട്ടോ. അപ്പോൾ കൊറിയറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രം അഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. 2 ദിവസം മുമ്പും ഇതുപോലൊരു കൊറിയർ വന്നു, ഫ്രം അഡ്രസ്സ് ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ അവിടെ മാറ്റി വെച്ചേക്കാണ് കേട്ടോ ഡിവൈൻ. അവിടെ മാറ്റി വെച്ചു. കാരണം ആരുടെയാണ് എന്താണെന്ന് ഒന്നും അറിയില്ലല്ലോ. ഇതും അങ്ങനെ വന്ന ഒരു കൊറിയറാണ്. പക്ഷേ പിന്നീട് നമ്മളത് എവിടെ നിന്നാണ് എന്താണെന്നുള്ളത് അറിഞ്ഞപ്പോൾ ഞാൻ ആ വിശേഷങ്ങൾ ഞാൻ പിന്നീട് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ വന്നപ്പോൾ സൈസൊക്കെ ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റി എടുക്കാനുള്ള പ്രൊവിഷൻ ഈ അയച്ചവർ തന്നെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞിട്ട് സാവകാശം ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മുടെ സ്റ്റൈൽ നൈറ്റീസിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ അത് അയച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മളുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നോക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു മാക്സിമം എല്ലാതും വേഗം 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 പോസ്റ്റ് ചെയ്യണം. കാരണം എപ്പോഴാണ് ഇവിടെയും വെള്ളത്തിൻ്റെ പ്രശ്നം, നമ്മൾ ഇത് വന്നിരുന്നില്ലേ, കൊറോണയിലുണ്ടായിരുന്നില്ല, അതുപോലത്തെ ഒരു ഇതാവും. അപ്പോൾ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ പതിവ് പോലെ ഡിംപിളാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ചോറും മീൻ വറുത്തതും ഗ്രീൻ പീസ് ഉപ്പേരിയും തക്കാളിക്കറിയായിരുന്നു ഇന്ന്.
അത് കഴിഞ്ഞ് രാത്രിയിലേക്കുള്ള ബീഫ് ഇതാ വെള്ളത്തിലേക്ക് ഇട്ടു. ഇപ്പോൾ നമ്മളത് നെസ്റ്റോന്ന് വാങ്ങിയ ബീഫായിരുന്നു. അപ്പോൾ എന്തോ കുട്ടികൾക്ക് അത് ഇഷ്ടമായില്ല. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇറച്ചി മറ്റേ റെഡ് മീറ്റ് പോലെയുള്ള അത് മാത്രമേ കഴിക്കുള്ളൂ. വല്ല ചവ്വോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ല. കട്ട്ലേറ്റിൻ്റെ ഇറച്ചി ഉണ്ടാക്കില്ല അതേപോലത്തെ കഷ്ണങ്ങൾ മാത്രമേ ഇവർ കഴിക്കുള്ളൂ. പക്ഷേ ബീഫ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ നെയ്യ് വേണം, പക്ഷേ ഇവർക്കത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ അവിടെ നിന്ന് വാങ്ങിയ ഇറച്ചി വലിയ ഇഷ്ടമല്ല. ഇവർ മാർക്കറ്റിൽ പോയിട്ട് ഇവർ പറഞ്ഞ പീസ് മുറിച്ച് വാങ്ങിച്ച് ശീലിച്ചിട്ട് എന്തോ അവർക്കത് ഇഷ്ടമായില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഇറച്ചി കേട്ടോ. ഞാനും ഡോണും അങ്ങനത്തെ ഒന്നാമതാണ്. പക്ഷേ മറ്റുള്ള 3 പേർക്കും ഒരു രക്ഷയില്ല. അങ്ങനെ ഉച്ചയിലത്തെ ഊണൊക്കെ കഴിഞ്ഞ് ഡാഡി പുറത്തേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മാക്സിമം എല്ലാ കാര്യങ്ങളും വേഗം വേഗം തീർക്കുക. പ്രത്യേകിച്ച് ഓണാണ് വരുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. ഏത് നേരത്താണ് പ്രശ്നങ്ങൾ തുടങ്ങുകയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേഗം ഇത്തിരി ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. എൻ്റെ പതിവും പോലെ ഒരു കട്ടൻ വെച്ചു, ഒരു പീസ് ബ്രെഡും ചീസും എടുത്തു വെച്ചു. അപ്പോൾ അതാകുമ്പോൾ വലിയ ശല്യമില്ല. അങ്ങനെ എനിക്ക് വട എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ സാമ്പാർ വട ഞാൻ ശരിക്കും തൈര് വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ ഡിവൈൻ വന്നപ്പോൾ ഡിമ്പിളിന് തൈര് വട എന്ന് പറഞ്ഞപ്പോൾ നെറ്റി വിളിച്ചു. പിന്നെ ഡോൺ തൈര് തൊടില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഡിവൈൻ പറഞ്ഞു മമ്മി നമുക്ക് സാമ്പാർ വടയാക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി എന്ന് പറഞ്ഞ് സാമ്പാറൊക്കെ ഉണ്ടാക്കി. അപ്പോഴേക്കും പിന്നെ നമ്മുടെ ഡിമ്പിളുടെ ഡോറിൻ്റെ ലോക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷാജി ആശാരി, നമ്മുടെ സ്ഥിരം ആസ്ഥാന ആശാരി എന്ന് പറയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരു 10-15 വർഷത്തെ പരിചയം. അപ്പോൾ ഡിമ്പിള് ഷാജിയേട്ടനെ കണ്ടിട്ട് പറയായിരുന്നു ഷാജിയേട്ടൻ പ്രായമായ പോലെയായിരുന്നു. കാരണം ഷാജിയേട്ടനെ അവൾ ഫസ്റ്റ് കാണുമ്പോൾ ഒരു എന്താ പറയുക 4-5 വയസ്സുള്ള 2 കുട്ടികളുടെ കൂടെയാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ കുട്ടികൾക്ക് ഇന്ന് 18ഉം 16ഉം ഒക്കെ വയസ്സായി. 10ലും +2 ഒക്കെ കഴിഞ്ഞ കുട്ടികളാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ പ്രായമുണ്ട്. അപ്പോൾ അവൻ ഡിമ്പിളിനോട് ചോദിക്കട്ടെ അപ്പോൾ നീയും പ്രായമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്ഥിരാശാരി കുട്ടിയാണ് കേട്ടോ. ക്രിസ്ത്യാനി കുട്ടിയാണ്. പക്ഷേ നമ്മൾ ആശാരി ചേട്ടൻ എന്ന് വിളിച്ച് അങ്ങനെ ആയതാണ്. അപ്പോൾ അങ്ങനെ അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലത്തെ ഒരു അംഗത്തെ പോലെയാണ് വിശേഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ്റെ വീട്ടിലത്തെ വിശേഷവും നമ്മളുടെ വീട്ടിലത്തെ വിശേഷവും ഒക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താവശ്യം ഉണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. പണി കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവൻ കയറി വന്ന് നമുക്കത് ചെയ്തു തരും. നിങ്ങൾ മുമ്പും കണ്ടിട്ടുണ്ടാവും നമ്മുടെ അടുക്കളയിലത്തെ കിച്ചൺ കബോർഡ് ചെയ്യുമ്പോഴും പിന്നെ നമ്മുടെ വീട്ടിലത്തെ ഒരുവിധം എല്ലാ സാധനങ്ങളും മൂപ്പരുടെ കൈകൊണ്ട്. ഇപ്പോൾ അനിയൻ്റെ വീട് പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ഡിമ്പിളിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡിമ്പിളും പറയായിരുന്നു ഷാജിയേട്ടാ ഞാനും ഒരു വീട് പണി വന്ന് ഷാജിയേട്ടൻ വേണം ഇൻറ്റീരിയർ മുഴുവൻ നമ്മുടെ ഈ വീട്ടിൽ ചെയ്ത പോലെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ദേ നോക്കി ഇതാണ് കേട്ടോ നമ്മളുടെ വീട്ടിലെ അംഗം. ഇവിടെ പാച്ചുവും തോമും 2 ആളും കണക്കാട്ടോ. ഇപ്പോൾ ചാക്കോച്ചൻ ഇങ്ങനെ വോക്കറിൽ പോണ പോക്കിൽ 2 കുഷീനെടുത്ത് താഴ്ത്തിടും, അല്ലെങ്കിൽ ഒരെണ്ണം കൊണ്ട് നടക്കും. അങ്ങനെയാണ്. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ പ്രായം അതാണ്. പക്ഷേ ഞങ്ങൾ പലവട്ടം അത് അന്ന് മറ്റേ സീട്രിക്കാർ വന്ന് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തപ്പോൾ വൃത്തിയായി പോയതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും മഴയുടെ തുടക്കം വന്നു. മഴയുടെ തുടക്കത്തിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഉണങ്ങിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പെടും. ഫുൾ സ്പോഞ്ചാണ്. അപ്പോൾ വിചാരിച്ചു അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഡിവൈനും 2-3 ദിവസം മുമ്പ് പറഞ്ഞു ഒന്ന് വാഷ് ചെയ്താലോ എന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, നനഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പെടും. അപ്പോൾ അങ്ങനെ ഇതേ അപ്പ വന്നപ്പോൾ അപ്പയും മോനും കൂടി കുളിച്ച് ഫ്രഷായിട്ട് വരാം. പാച്ചുവിനെ കുളിക്കാൻ പോണതിൻ്റെ മുമ്പുള്ള അങ്കാണ് കണ്ടത്. ഡൈപ്പർ ഇട്ടിട്ട് ഓടി നടക്കേണ്ടത് കേട്ടോ. കുളിക്കാൻ വിളിക്കുമ്പോഴാണ് ഇവരുടെ കളികൾ മുഴുവൻ കേട്ടോ. ഒരുത്തൻ കുളി കഴിഞ്ഞ് വന്നു, ഇനി ഡ്രസ്സ് മാറാൻ പോകണമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങളുടെ എന്താ പറയുക ഏറ്റവും വൈബുള്ള സമയം എന്ന് പറഞ്ഞില്ലേ ഞാൻ ഈ സമയം, അതിൻ്റെ ആ ബഹളമാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ചപ്പാത്തിയും ബീഫ് കറിയായിരുന്നു കേട്ടോ. ഡിവൈൻ്റെ വക ബീഫ് കറിയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നേരത്തോടെ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വലിയ വൈകാണ്ടൊക്കെ കുട്ടികളൊക്കെ കിടന്നു. അപ്പോൾ മാമ്പഴം നല്ല മാമ്പഴമായിരുന്നു കേട്ടോ. അപ്പോൾ ഡാഡിക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും പിന്നാലെ ഫ്രൂട്ട്സ് വേണം, അത് നിർബന്ധമാണ്. അപ്പോൾ എന്തായാലും ഒരു മാമ്പഴം മുറിച്ച് പാച്ചുവിന് കൊടുത്തെങ്കിലും പാച്ചു കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ കണ്ടു, വർഷക്കാലം ശരിക്കും നമ്മൾ മനസ്സിലാക്കുക തുണികൾ ഉണങ്ങാണ്ട് കിട്ടുമ്പോഴാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പിള്ളേർസിൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ വാഷ് ചെയ്തുകൊണ്ട് ഇനി പാച്ചൂട്ടൻ്റെ കുറച്ച് വാഷ് ചെയ്യാണ്ട് ഒക്കെ ഇങ്ങനെ പെൻഡിങ്ങിലാണ്. മറ്റേത് ഞാൻ ഇട്ടത് ഊരി അലക്കി ചൂട്ടോടെ മടക്കി വയ്ക്കുന്നത് ഞാനാണ്. പക്ഷെ നമുക്ക് നിവൃത്തിയില്ല, സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ നീങ്ങാണ്ട് നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മളുടെ വീഡിയോസിൽ നമ്മൾ കമൻസ് ഇട്ടത് ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ കണ്ടമാനം പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നോട് പറഞ്ഞു ആൻറ്റി ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം റിമൂവ് ചെയ്തിട്ട് അവരെ വീണ്ടും പറയിപ്പിച്ചിട്ട് ആൻറ്റി അത് റിമൂവ് ചെയ്യാനും അവർക്കത് കാണുമ്പോൾ ആൻറ്റി എന്തായാലും കാണുന്നുണ്ടല്ലോ ആൻറ്റീനെ വേണ്ടാത്തത് പറയാനും അവരുടെ ഇൻട്രസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ
ഞാനും വിചാരിച്ചു എന്നാൽ ശരി ഇനി എല്ലാ ദിവസവും അത് അങ്ങോട്ട് തുടരാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എനിക്ക് ഒരു കുട്ടി മറ്റേ സൈബർ സെല്ലിൽ നിന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് അയച്ചത്. അതിൻ്റെ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, ആരാണോ ഈ ഇങ്ങനെ ഫേക്ക് ഐ ഡിയിൽ നിന്ന് വേണ്ടാത്തത് പറയുന്നത് അവരെ പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാനായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജും ഞാൻ വിചാരിച്ചു എന്താ പറയുക, ഇനി കാരണം നമ്മൾ അത്രയും 3 വർഷമായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇവർ വന്നിട്ട് 1-2 ആൾ മാറി മാറി മാറി, അതായത് ഒരേ ആളാണ് പല ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് പറയണത്. അപ്പം ഞാനും വിചാരിച്ചു, കാരണം നമ്മൾ പല ഭാഷയിൽ പല രീതിയിൽ ഞാൻ പറഞ്ഞു, നല്ല രീതിയിലും എന്താ പറയുക സ്നേഹത്തിൻ്റെ ഭാഷയിലൊക്കെ ഞാൻ പറയും തോറും അവർ കൂടിയാണ്. നിങ്ങൾ ഇന്നലത്തെ കമൻസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? അപ്പോൾ നമ്മളത് എന്താ പറയുക, ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളുടെ ക്ഷമ കെടും. അപ്പോഴാണ് ഇങ്ങനെ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ നമ്മൾ പറയില്ലേ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയില്ലേ. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യണം, ഇവരെ കൊണ്ട് ഭയങ്കര ഒരു പ്രശ്നമായല്ലോ. കാരണം ഈ ഒരാൾ പറയുമ്പോൾ നമ്മൾക്ക് വിഷമമില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു തലവേദനയാണ്, ഭയങ്കര മോശം. കാരണം ആരെങ്കിലും ഇത് കണ്ടിട്ട് എന്താ ആൻറ്റിക്ക് അവർക്കെതിരെ പ്രവർത്തിച്ചൂടെ, അല്ലെങ്കിൽ അവരെ കണ്ടുപിടിച്ച് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടല്ല, എന്തിനാ മറ്റുള്ളവരെ വിഷമിപ്പിക്കണേന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇനി നമ്മൾക്കത് ക്ഷമിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം 2-3 ദിവസം അവരുടെ കമൻസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് 2-3 പേരിട്ടെങ്കിലും ബുദ്ധിപൂർവ്വം വേഗം 2 പേര് ഓടിപ്പോയി. ഒരാളുടെ അവിടെ കിടക്കുന്നുണ്ട്, ഒരാളുടെ മറുപടി കൊടുത്തതിൻ്റെ സംഭവം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ കിടക്കട്ടെ, നിങ്ങൾക്ക് കാണാമല്ലോ. കുറേ പേര് പറഞ്ഞു അത് ഞങ്ങൾക്ക് കാണണം. കുറേ പേര് കമൻസിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അവരുടെ കമൻറ്റ് ഞാൻ കാണിച്ചു തരാം. കാരണം ഓടിപ്പോയിട്ട് അവർക്ക് മറുപടി കൊടുക്കുന്നവരല്ല നമ്മളുടെ ബാക്കിയുള്ള കുട്ടികളും സബ്സ്ക്രൈബേഴ്സും. എന്തെങ്കിലും മോശമായിട്ട് പറയുമ്പോൾ മാത്രമാണ് എന്തിന് കുട്ടി അങ്ങനെ പറയണമെന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ 6 പിടിയും 5 പിടിയും മാലകളാണ് കേട്ടോ. 5 പിടി എന്ന് പറയുമ്പോൾ ഉണ്ണികളുടെ മാല, മറ്റേത് 6 പിടി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ 5 പിടിയുടെ മാലകളാണ്. അപ്പോൾ ഞാനിത് ഫോട്ടോസ് എടുത്തപ്പോൾ ഞാനത് ഇതിൽ കൂടെ ആഡ് ചെയ്തതാണ്. കാരണം ഞാനിന്ന് പറഞ്ഞില്ലേ ഫുൾ ടൈം ടിവിയുടെ മുമ്പിലായ കാരണം ഞാൻ അങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തില്ല. ഫുള്ള് ഈ എന്താ പറയുക പരന്ന് കിടക്കുന്ന ഭൂമിയും ഞങ്ങൾ പോയ തേയിലത്തോട്ടമൊക്കെ ഇങ്ങനെ കിടക്കണ കണ്ടപ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വന്നു. പ്രാർത്ഥിക്കുക എന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്ത ഫോട്ടോസ് ഇതിൽ കൂടെ ആഡ് ചെയ്തു. കാരണം കുറച്ച് ലെങ്ത്തെങ്കിലും വേണ്ടേ, നമ്മൾക്ക് വിശേഷം പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള സമയം വേണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് ആ മെസ്സേജുകൾ കേട്ടോ. അപ്പോൾ ഈ യൂസർ ഐ ഡി എനിക്ക് തോന്നുന്നു 3-4 ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടോ 4 days ago 4 ദിവസമായിട്ടുള്ളൂ ഈ ഐ ഡിയിൽ വന്നിട്ട്. അപ്പോൾ ഇവരുടെ വിചാരം നമ്മൾക്ക് ഇതൊന്നും അറിയില്ല എന്ന്. ഇതാണ് മറ്റേ സൈബർ സെല്ലിൻ്റെ അവിടേക്ക് കൊടുക്കാനുള്ള അവരുടെ ആ ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടുള്ളത്. എന്ത് വേണമെങ്കിലും ഇന്ന മാതിരിയാണ് റൂൾസ് എന്നാണ് അതിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇനി ഇവർ 2 പേരും കണ്ടോ, ഈ കുട്ടി മറുപടി ഇതിട്ടിട്ട് ഡിലറ്റ് ചെയ്ത് പോയി. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ, ഞാൻ ഇട്ട വഴിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. കാരണം നമ്മളൊരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ അത് അതിൻ്റെ ശരി പോലെ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ട വഴിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. കാരണം എനിക്കറിയാം കുറച്ച് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്ത് ഡിലറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി മക്കളെ നിങ്ങളിടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ കമൻസിൻ്റെ പിന്നാലെ വന്നിട്ടുള്ള ആ ഒരു സ്ക്രീൻഷോട്ടും കൂടി നിങ്ങൾ നന്നായി വായിക്കുക. അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കിടക്കുന്നുണ്ട്, അത് പോയി വായിച്ചിട്ട് മനസ്സിലാക്കുക. ഇനിയും ഇങ്ങനെ ഇടുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്നുള്ളത്. ഒരു നിമിഷം കൊണ്ട് ചെയ്യുന്ന ഒരു തമാശയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുക. ഇത് അവസാനത്തെ ഒരു വാക്കാണ് കേട്ടോ. ഇനി നിങ്ങളറിയില്ല, നിങ്ങളുടെ നേരെ ഉള്ളൊരു എന്താ പറയുക ആക്രമണമാവും. എൻ്റെ അല്ല കേട്ടോ, ഞാനൊന്നും അതിനൊന്നിനും നിൽക്കുന്ന ആളല്ല. ഇനി നേരിട്ടാവും കാര്യങ്ങൾ. അതുകൊണ്ട് ഇനി ഇടുമ്പോൾ സൂക്ഷിച്ച് കമൻ്റ് ഇടുക. കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷേ അനാവശ്യമായ സംഭാഷണങ്ങളും കാര്യങ്ങളും ജീവശാസ്ത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പറഞ്ഞാൽ കയ്യോടെ പെടും കേട്ടോ. അപ്പോൾ അത് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസം എന്ന് പറയാൻ പറ്റുമെങ്കിലും എന്താ പറയുക, വയനാട്ടിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഒപ്പം എൻ്റെ ചേച്ചിക്ക് ഒന്നും കൂടി ഞാൻ എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാണ്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക.